ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി ഏറ്റവും അധികം കേട്ടിരിക്കുന്ന ഒരു വേർഡാണ് രക്ഷ എന്നുള്ളത്, അല്ലെങ്കിൽ സാൽവേഷൻ എന്നുള്ളത്. എന്താണ് രക്ഷ, അല്ലെങ്കിൽ എന്തിൽ നിന്നെല്ലാമാണ് നാം രക്ഷ പ്രാപിക്കേണ്ടത്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് രക്ഷ എന്നുള്ളത് രണ്ട് തരത്തിലാണ്. അതായത് ഒന്ന് ഭൗതികമായ രക്ഷയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആത്മീക രക്ഷയെക്കുറിച്ചും ബൈബിൾ പ്രതിപാദിക്കുന്നുണ്ട്. ആത്മീയ രക്ഷ എന്നുള്ളതിനാണ് ബൈബിൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളത് മറ്റെന്തിനേക്കാളും വിലയേറിയതാണ്. കാരണം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത് മരണാനന്തര ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ആ മരണാനന്തര ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മുടെ ആത്മാവിലുള്ള രക്ഷയിലൂടെയാണ്. ആത്മാവിലുള്ള രക്ഷ നാം പ്രാപിക്കണമെങ്കിൽ, ആ രക്ഷയിലേക്ക് നാം എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുയേശുവിനെ രക്ഷകനായി നാം സ്വീകരിക്കണം. പാപത്തിനടിമപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം രക്ഷയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതം പാപത്താൽ കളങ്കിതമാണ്. കാരണം പാപം നിറഞ്ഞതാണ് മനുഷ്യ മനസ്സാക്ഷി അല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജന്മനാ തന്നെ പാപത്തിന് അടിമപ്പെട്ടു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്കിൽ ആ പാപത്തിൽ നിന്ന് നാം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാം രക്ഷയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പം ആപത്തിൽ നിന്നുള്ളതായ രക്ഷ, അല്ലെങ്കിൽ യാസ എന്ന എബ്രായ പദത്തിൽ ഉപയോഗിക്കുന്ന രക്ഷ എന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് പ്രധാനമായും ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്നത്.